ഹലോ ഗൈസ്, എല്ലാവർക്കും ബ്രൂട്ടോണിക്സ് ഗെയിമിംഗ് സോണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ പുതിയൊരു ഗെയിമായിട്ട് വന്നേക്കാം. മൈൻക്രാഫ്റ്റ് തന്നെയാണ് ബ്ലോക്സിഡ് IO എന്ന് പറയുന്ന ഇച്ചിരി ഗ്രാഫിക്സ് ഒക്കെ കൊണ്ടുള്ള ഒരു ഗെയിമാണ്. കുഴപ്പമില്ലാത്ത ഗ്രാഫിക്സ് ഒക്കെ ഉള്ള ഒരു ഗെയിമാണ്. ആൻഡ് എനിക്ക് ഇതിൽ വളരെ വിഷമായിട്ടുള്ള ഒരു കാര്യമാണ് ഗൈസ് പറയാനുള്ളത്. ഞാനിത് ചാനലിൽ റെക്കോർഡൊക്കെ ചെയ്യാൻ ഇരുന്നായിരുന്നു. അതായത് നല്ല ഇതൊക്കെ ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ ഇരുന്ന ഒരു സിറ്റി ആയിരുന്നു. ഇതിന് നമ്മുടെ ഗെയിം ഗ്ലാഡിയേറ്റേഴ്സ് അവന്റെ ഒക്കെ ചാനലിൽ ഇതിന്റെ വീഡിയോ വന്നിട്ടുണ്ട്. പിന്നെ ഗിയർ ഗ്രാഡസ് അവന്റെ ഒക്കെ ചാനൽ ഇപ്പൊ അവൻ വീഡിയോ ഇടാന്ന് പറഞ്ഞു. അപ്പൊ ഞാനും എടുക്കാന്ന് വിചാരിച്ചാണ് ഗൈസ്. ഒക്കെ നശിച്ചാന്റെ വീഡിയോ ഇടാനാണ്ട് ഇത് നമുക്ക് വളരെ വിഷമായിട്ടുണ്ടായ ഒരു കാര്യമാണ്. അതായത് നിങ്ങൾ ബ്ലോക്സിലെയോ ഒക്കെ കളിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, സാൻഡ് ബോക്സ് സർവൈവൽ എന്ന് പറയുന്ന ഒരു ഗെയിം ഉണ്ട്. ആൻഡ് ബ്ലോക്സിലെ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെന്ന് നോക്കിയ ബ്ലോക്സിലെ ഇത് കാണാം. ആൻഡ് ഗെയിം ഗ്ലാഡിയേറ്റേഴ്സ്, ഗിയർ ഗ്രാഡേഴ്സ് ഇവരുടെയൊക്കെ വീഡിയോ കാണാൻ പറ്റുന്നതായിരിക്കും. ചാനൽ അവരുടെ ചാനൽ സബ് ചെയ്യുക, ഇത് കൂടി സബ് ചെയ്യുക. ആൻഡ് എനിക്ക് മെയിനായിട്ട് നമ്മുടെ സിറ്റിയിൽ കാണിക്കാനുള്ളത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സിറ്റി ഇതൊക്കെ നല്ല ഭംഗിയിലിരുന്ന സ്ഥലമായിരുന്നു. ആൻഡ് അവൻ ഇത് ആരാ പൊട്ടിച്ചെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷെ ആരാന്ന് അറിഞ്ഞൂടാ, പേരറിയാം. ഇത് പൊട്ടിക്കുന്ന ആള് എൻ്റർ ആവുമ്പോ നമ്മൾ സിറ്റിയിലുണ്ടായി, പൊട്ടിക്കുമ്പോഴും നമ്മൾ സിറ്റിയിലുണ്ടായി. ഓക്കെ, അപ്പം ആളേനെ പക്ഷെ കണ്ടിട്ടില്ല, നമ്മൾ ഇതുവരെ ആളേനെ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പം ആള് ആരാണെന്ന്, ഇതൊക്കെ ഒരാളുടെ സീക്രട്ട് ബേസ് ആയിരുന്നു. നമ്മള് നോക്കിയപ്പം ലൂണ എസ്റ്റബാലോ അങ്ങനെ പറയുന്ന ഒരു അങ്ങനെ പറയുന്ന ഒരാൾ അങ്ങാണ്ടാണ് കേറിയിട്ടായിരുന്നു നമ്മുടെ സിറ്റിയില്. ഞാൻ പിന്നെ സിറ്റിയിൽ കേറി നോക്കുമ്പം ഞങ്ങൾ ആദ്യം പോകുമ്പോ ഇത്ര സീനൊന്നും ഉണ്ടായിരുന്നില്ല. കുറെ ബിൽഡൊക്കെ ഉണ്ടായി, ഇതൊക്കെ ഉണ്ടായി ഇവിടെ. നല്ല വൃത്തിയിലൊക്കെ ഇരുന്ന സിറ്റി കാര്യങ്ങളായിരുന്നു. ആൻഡ് ഇപ്പോ അത് എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടേക്കാണ്. കാരണം പച്ച കളർ കോൺക്രീറ്റ് നിങ്ങൾ കണ്ടോ? ഇവരെന്താ ചെയ്ത് നിൽക്കുന്നുണ്ട്? ഇവിടെ പച്ച കളർ കോൺക്രീറ്റിൽ എൻഡ് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ അതാ ഇവിടെ മൂൺ സ്റ്റോൺ ബ്ലോക്കും ഉണ്ട്. ഇത് ഈ ബ്ലോക്സിലെ കളിക്കുന്നവർക്കറിയാം. മൂൺ സ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാ മൈൻക്രാഫ്റ്റുകളിൽ നെതറൈറ്റ് ഒക്കെ പോലെയുള്ള ഒരു ബ്ലോക്കാണ്. ആൻഡ് ഇവിടെ മൂൺ സ്റ്റോൺ ബ്ലോക്കും ഉണ്ട്, ലൂണ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ അതാ ഇവിടെ ഐ ഡിസ്ട്രോയിഡ് ക്യാൻ യു ഫൈൻഡ് മീ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതാരാന്ന് നമുക്ക് അറിഞ്ഞൂടെ. ഇവിടെ ഒക്കെ കുറെ ബിൽഡ് ഉണ്ടായിരുന്നു. എനിക്ക് ഈ സിറ്റിനെ കുറിച്ച് ഓർക്കുമ്പോ വിഷമാണ്. ഇതായത് നമ്മുടെ ഗിയർ ഗ്രാഡേഴ്സിന്റെ കടയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇത്. പിന്നെ ഇതൊക്കെ എന്റെ കട. കുറെ ആൾക്കാരുടെ കടയുണ്ടായി. പിന്നെ ഇവിടെ നമ്മുടെ ഗെയിം ഗ്ലാഡിയേറ്റേഴ്സിന്റെ ഫ്രണ്ടായ അച്ചു എന്ന് പറയുന്ന ഒരു ബ്രോ വന്നിട്ട് ഇവിടെ മാർക്കറ്റ് പണിയാൻ ഇരുന്ന ഒരു സ്ഥലമായിരുന്നു. അതൊന്നും പണിയാൻ സമയം കിട്ടിയില്ല, അതിന് മുന്നേ എല്ലാം പൊട്ടിപ്പോയി. ഓക്കെ, പിന്നെ ഇവിടെ കൺസ്ട്രക്ഷൻ ഈസ് കമ്മിങ് സൂൺ എന്നൊക്കെ പറഞ്ഞിട്ട് ആരൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഇവിടെ ആയിട്ട് ഇത് എന്ന് പറയുന്ന ജിജിന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായി, കസിൻ ഫ്രണ്ട് ഉണ്ടായി. പുള്ളിക്കാരൻ വന്നപ്പം വെച്ചൊരു വീടാണ് അത്. ഇങ്ങനെ ആക്കി. ആൻഡ് ഇങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ കൊട്ടാരം കാണാൻ പറ്റും. ആൻഡ് ഇത് ഞാൻ പണിത പാർക്കോർ ബിൽഡാണ്. ഇവിടെ ആയിട്ട് ഒരു പാർക്കോർ ബിൽഡ് ഉണ്ട്. അതൊക്കെ പണിയാൻ നല്ല നേരം എടുത്ത് കുറെ വട്ടം ചത്തിട്ടാണ് ഞാൻ ആ ബിൽഡ് ഉണ്ടാക്കിയത്. ആൻഡ് നമ്മൾ ഇങ്ങോട്ട് പോവാണെങ്കിൽ എന്റെ കൊട്ടാരമാണ്. ഈ സ്ഥലം ഫില്ല് ചെയ്യാനും ഇത് ഗ്രൈൻഡ് ചെയ്യാൻ ഈ ഒരൊറ്റ വെള്ള ബ്ലോക്ക് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 സാൻഡാണ്. അപ്പം ഇത്രയും ബ്ലോക്ക് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ ഓറഞ്ച് ബ്ലോക്കിന് അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇത്രയും ബ്ലോക്ക് ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് എത്ര നേരത്തെ ഗ്രൈൻഡിങ് വേണം നിങ്ങൾ ആലോചിച്ച്. പിന്നെ ഇതൊക്കെ ഇവിടെ പ്ലേസ് ചെയ്യണമെങ്കിലും എനിക്ക് എത്ര നേരത്തെ ഗ്രൈൻഡിങ് വേണം നിങ്ങൾ ആലോചിച്ച് നോക്ക്. പിന്നെ ഇതൊക്കെ ഞാൻ ഗ്രൈൻഡ് ചെയ്ത് വെച്ച ഡയമണ്ട്, പിന്നെ പില്ലേഴ്സ്, ഇത് കണ്ടോ? ഇതാണ് എന്റെ കൊട്ടാരം. പിന്നെ ഇതിന് വലുതായിട്ടൊന്നും പറ്റില്ല, കാരണം ഞാൻ ഇവിടെ പച്ച കോൺക്രീറ്റ് ഇത് ഞാൻ ഇപ്പോഴാ കാണുന്നത്. എക്സിറ്റ് വരിക വെച്ചാണ് കൊട്ടാരത്തിൽ. അതാ അവിടെ ഒരു പ്രൊട്ടക്ടർ
പ്രൊട്ടക്ടർ ഉണ്ടായിരുന്നില്ല ഗൈസ്. ഞാൻ പിന്നെ അത് ഇപ്പോഴാണ് ആലോചിച്ചത്. ഇങ്ങനെ മേലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടൊക്കെ ബിൽഡ് വരാനിരുന്ന ഏരിയ ആണ്. ഇതാ ഇവിടെ ഞാൻ അത്യാവശ്യം നല്ല കില്ലാടിയായിട്ട് കുറെ ബിൽഡൊക്കെ ചെയ്തിട്ടുണ്ടായി. ആൻഡ് ബെഡ്റൂം അങ്ങനെ കുറെ നല്ല ബിൽഡൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അത് ഫുള്ളി തകർത്തു. ആകെ ഇവിടെ മാത്രമേ പൊട്ടിക്കാൻ പറ്റുള്ളൂ, കാരണം അവിടെ പ്രൊട്ടക്ടർ ഇല്ല. ഇനി ഞാൻ എന്റെ സിറ്റി ഫുള്ള്, എന്റെ മാത്രമല്ല എല്ലാവരുടെയും സിറ്റി ഫുള്ള് കാണിച്ചു. ഓക്കെ, എനിക്ക് ഭയങ്കര വിഷമാണ് ഇത് ആലോചിക്കുമ്പോ. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല വിഷമമുണ്ട്. കാരണം ഇത് നമ്മള് അത്രയും ഗ്രൈൻഡ് ചെയ്ത ഒരു വേൾഡാണ്. അത് നിങ്ങൾക്ക് എത്ര പറഞ്ഞാൽ മനസ്സിലാവുന്ന എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, ആൻഡ് ഇതാ ഇത് ഞാൻ ഗിയർ ഗ്രാഡേഴ്സിന് പണിത് കൊടുത്ത വീടായിരുന്നു. ഇതാ കുറെ നേരം എടുത്തിട്ട് ഒരു മണിക്കൂറൊക്കെ എടുത്തു. ഒരു മണിക്കൂർ എടുത്തിട്ട് ഞാൻ പണിത് കൊടുത്ത വീടാണ്. ആൻഡ് എന്റെ വീടാണ് ഇതാ ഇത്. ബ്രൂട്ടക്സ്, പണ്ട് ഞാൻ ബ്രൂട്ടക്സ് ആയിരുന്നു. ഇപ്പൊ ബ്രൂട്ടോണിക്സ് ആയതാണ്. അന്നത്തെ വേൾഡാണിത്. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, ഞാൻ ബ്രൂട്ടക്സിന്ന് ബ്രൂട്ടോണിക്സ് ആയിരുന്നപ്പോഴുള്ള വേൾഡാണ്. ഞാൻ ബ്രൂട്ടക്സ് ആയിരുന്നപ്പോഴുള്ള വേൾഡാണ് കഴിച്ചത്. അത്രയും പഴക്കമുണ്ട്. എന്റെ ഇന്ത്യ ഫ്ലാഗ് ഒന്നും പൊട്ടിച്ചിട്ടില്ല. ഇവിടെ എന്റെ വീടായിരുന്നു. ഇത് ഫുള്ള് ഇവര് പൊട്ടിച്ചോളാം. അതായത് കണ്ടോ. പിന്നെ ഇതിന്റെ ഇപ്പുറത്ത് തന്നെ ജി ഗെയിം ഗ്ലാഡിയേറ്റേഴ്സിന്റെ വീടുണ്ടായി. അത് അവര് ഇല്ലാണ്ടാക്കിയ പോലെയാണ് കേസ് ചെയ്ത് വെച്ചേക്കുന്നത്. കണ്ടോ, കേറി വരും. എന്താണ് കോൺക്രീറ്റ് വെച്ചേക്കുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. കേറി വരുന്ന വഴിയില് പൊട്ടിച്ചിട്ടേക്കുക. പിന്നെ ഇന്റർലോക്ക് ഒക്കെ അവൻ കുറെ കഷ്ടപ്പെട്ട് ചെയ്തതാണ്. എനിക്കറിയാവൻ നല്ല ബിൽഡൊക്കെ ചെയ്യുന്ന, അത്യാവശ്യം നല്ല ബിൽഡൊക്കെ ചെയ്യും. നമ്മുടെ ഗിയർ ഗ്രാൻഡേഴ്സ് അത്യാവശ്യം നല്ല ബിൽഡൊക്കെ ചെയ്യും. ഇവൻ കുറെ നേരം എടുത്ത് ഗ്രൈൻഡ് ചെയ്തുണ്ടാക്കിയ വേൾഡാണ് കഷ്ടപ്പെട്ട്. അതൊക്കെ ഇവര് പൊട്ടിച്ചു. ആൻഡ് ഇങ്ങോട്ട് ഇങ്ങനെ പോവാണെങ്കിൽ എനിക്ക് വേറൊരു സ്ഥലം കാണിക്കാനുണ്ട്. ഇത് കണ്ടോ മേലെ പൊട്ടിക്കിടക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങള് ഗെയിം ഗ്ലാഡിയേറ്റേഴ്സിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ കയറിയിട്ട് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അവന്റെ ചാനലിലെ ലാസ്റ്റ് ഇട്ട വീഡിയോ ആയിരുന്നു, മറ്റേ ബ്ലോക്സ് ഡയ്യോന്റെ. അതില് തുടക്കത്തിലെ ബിൽഡായിരുന്നു, അവിടെ സിറ്റിയിലെ തുടക്കത്തിലെ ബിൽഡായിരുന്നു ഇത്. അതാണ് ഇപ്പൊ പൊട്ടി കിടക്കുന്നത്. ഇത് ഞാൻ പണിത പോലീസ് സ്റ്റേഷൻ ആയിരുന്നു. ഇതിന്റെ ഉള്ളിൽ ഇവര് ഇങ്ങനെ ആക്കിയിട്ടു. ആൻഡ് ഇത് ഞാൻ പണിത ഹോസ്പിറ്റൽ. ഇതിൽ പകുതി ബിൽഡ് ഞാനാണ് പണിതിട്ടുള്ളത്. ഞാൻ പണിത ഹോസ്പിറ്റല്. പിന്നെ ഓജിമോസസ് എന്ന് പറയുന്ന സയാൻ അതായത് ഗെയിം ഗ്ലാഡിയേറ്റേഴ്സ് ജിജിന്റെ ചേട്ടനായിരുന്നു. അപ്പം ഫുള്ള് ഇതായി ഓജിമോസസിന്റെ കൊട്ടാരൊക്കെ ഇട്ട്. ഇത് ഞാൻ 5-5.5 മണിക്കൂർ എടുത്ത് ചെയ്ത വർക്കാണിത്. മെയ് മാസത്തിൽ എങ്ങാണ്ടാണ് ഈ സാധനം പൊട്ടിച്ചത്. മെയ് മാസത്തിലാണ് പൊട്ടിച്ചത്. 2025 മെയ് ലാസ്റ്റ് ആയപ്പോ എങ്ങാണ്ടാണ് ഈ സാധനം പൊട്ടിച്ചത്. ഓക്കെ, ഇത് നമ്മുടെ നവംബറിലോ ഒക്ടോബറിലോ അതിനൊക്കെ മുന്നേ ഉണ്ടായിരുന്ന വേൾഡാണ്. ഓണത്തിന്റെ ടൈമിൽ എങ്ങാണ്ടായിരുന്നു തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയ സർക്കിൾ വില്ലേജ് ആയിരുന്നു. ഓരോ ബയോമിലെ വില്ലേജ് പോലെ ഇതൊക്കെ ഞാൻ നല്ല ടൈം എടുത്ത് ഉണ്ടാക്കിയ വേൾഡാണ്. ഓക്കെ, ആൻഡ് നമ്മൾ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു സാധനം കാണാൻ പറ്റും. എന്താണെന്ന് വിചാരിച്ചു, ഇത് നമ്മുടെ ഓജിമോസസ് ഉണ്ടാക്കിയ മറ്റേ കൊട്ടാരമാണ് ഗൈസ്. അത് ഇങ്ങനെ ആക്കിയിട്ടു അവർക്ക് ബിൽഡ് ചെയ്യുന്നതിന്റെ കഷ്ടപ്പാട് അറിഞ്ഞുകൂടാ. ഞാൻ ഇപ്പോഴാണ് MZRP ഒക്കെ പൊട്ടിയപ്പോ എനിക്ക് വലിയ ഇതൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല. പിന്നെയാണ് എനിക്കത് ഭയങ്കര ഇതായിട്ട് തോന്നിയത്. ഇതുകൂടി പൊട്ടിപ്പോ ഗൈസ്. ഇതൊക്കെ എന്താ ചെയ്യണ്ട ഞാന്, എനിക്ക് ഒന്നും പറയാനില്ല. നമ്മള് മോസസിന്റെ ജിജിന്റെ അച്ചുവില്ലേ, അച്ചുവിന്റെ വീട് ഞാൻ കാണിച്ചിരുതാ. ഇതായിരുന്നു അച്ചുവിന്റെ ആകപ്പാട് അവന് വീടുണ്ടാക്കാൻ അറിയാതെ ഒരു വീടുണ്ടാക്കി വെച്ചാണ്. അതടക്കം പൊട്ടിച്ച് കളഞ്ഞവര്. എന്റെ വിലപിടിപ്പുള്ള കുറെ ഡയമണ്ട്, കുറെ സാധനങ്ങൾ ഈ മേലെ നിൽക്കൊരു കാണിച്ചുതരാം ഞാൻ എന്താന്ന്. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജിജിന്റെ കൊട്ടാരം വരുന്നുണ്ട്. ഇവിടെ നല്ലൊരു വഴിയുണ്ട്. അതൊക്കെ അവന്മാര് പൊട്ടിച്ച്. ലൂണ എന്ന് പറയുന്ന ആള് പൊട്ടിച്ച്. ശരിക്കും ലൂണ എന്നാണ് ക്യാരക്ടറുടെ പേര് ഇതിലെ.
ക്യാരക്ടറും ഇല്ല, സത്യം പറഞ്ഞ ഒരു പ്ലെയർ. ഇതിലെ പ്ലെയറിന്റെ പേര് ആൻഡ് നമ്മള് നമ്മള് ഇത് പൊട്ടിക്കാൻ നേരത്തെ നമ്മള് വേൾഡിലുണ്ടായി, പക്ഷെ ഇത്രയും പൊട്ടിച്ചില്ല. അതാ ഇത് നിങ്ങൾ ലൂണ എസ്റ്റബലോ അങ്ങനെ അങ്ങനെ പറയുന്ന ഒരു പേരായിരുന്നു. പക്ഷെ അയാള് പിന്നെ ഈ വേൾഡിലേക്ക് കേറിയിട്ടില്ല. നമ്മൾ ഇതുവരെ നിന്നിട്ടുള്ള SMB എല്ലാം ലൂണ എന്ന് പറയുന്ന ആളാണ്. എനിക്ക് ആരാന്ന് പറഞ്ഞൂടെ. ആൻഡ് ഇത് നമ്മുടെ GG കഷ്ടപ്പെട്ട് ഗ്രൈൻഡ് ചെയ്ത ഒരു ബിൽഡായിരുന്നു. ഈ ബ്ലോക്ക് ഒക്കെ നിറയ്ക്കാനും ഇനി ഇതൊക്കെ വെക്കാൻ എത്ര നേരം എടുത്തിട്ടുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എത്ര നേരം. ഇതൊക്കെ പൊട്ടിച്ചവൻ എന്താ പറയണ്ടേ ഗൈസ്. ഇതാണ് എന്റെ വിഷമം. ഈ വേൾഡ് എനിക്ക് ഒന്നും പറയാനില്ല. ഇത്രേ അറിയാനുള്ളൂ. ഞാൻ പിന്നെ എന്ത് പറയാൻ, ഇത്ര നശിപ്പിച്ചിട്ടിട്ട്. ഇനിയും നമ്മൾ ബ്ലോക്സ് ഡയോന്റെ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. സാഡ് എപ്പിസോഡ് ആയിരുന്നു. അപ്പൊ മറ്റൊരു വീഡിയോ കാണുന്ന പറഞ്ഞുകൊണ്ട് അപ്പൊ നമ്മുടെ ചാനൽ സബ് ചെയ്തിട്ടേക്ക്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ആൻഡ് നമ്മുടെ ഗെയിം ഗ്ലാഡിയേറ്റേഴ്സും ഗിയർ ഗ്ലാഡേഴ്സിന്റെയും ചാനലൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക, സബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്ന പറഞ്ഞിട്ട് നെക്സ്റ്റ് വീഡിയോ. അപ്പം ബൈ ബൈ.